ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഈയിടെ ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, ഷോട്ട് ഇട്ടായിരുന്നു. ആ ഷോട്ടിനകത്ത് എല്ലാവരും ചോദിച്ചെങ്കിൽ ഇഞ്ചക്ഷൻ സത്യത്തിൽ എനിക്ക് പേടിയാ കേട്ടോ. അപ്പോൾ ഒരു വാക്സിൻ എടുത്തായിരുന്നു. പൂച്ച ഇതുപോലെ പ്രിയങ്ക ഒരു കവർ ബ്രെഡ് അടുക്കളയിൽ കൊണ്ടുവച്ചായിരുന്നു. അടുക്കള വെച്ചപ്പോൾ ഒരു പൂച്ച വന്ന് അത് കവർ കടിച്ചു കീറി. അങ്ങനെ അറിയാതെ ഞാനും തിത്തിലി, എൻ്റെ മൂത്ത മോള് തിത്തിലിയായിട്ട് അത് കഴിച്ചു. അതിനു വേണ്ടി എല്ലാവരും പറഞ്ഞു പേടിപ്പിച്ചത്. സത്യത്തിൽ എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയ ശീലമോ മരുന്ന് കഴിച്ച ശീലമോ ഇഞ്ചക്ഷൻ എടുത്ത ശീലമൊന്നുമില്ല. എൻ്റെ ഓർമ്മയിൽ കണ്ട് രണ്ടാം മൂന്നാമത്തെ ഇഞ്ചക്ഷൻ ആയിപ്പോൾ എടുത്തത്. രണ്ടാമത്തെ വാക്സിനാണ് അന്നെടുത്ത്. ഇന്ന് മൂന്നാമത്തെ വാക്സിൻ എടുത്തു. ഇനി ഒരു വാക്സിനും കൊണ്ട് 4 വാക്സിനാന്നാണ് പറഞ്ഞത്. പേവിഷബാധയുടെ 4ാമത്തെ വാക്സിൻ ഇനി 29-ാം തീയതിയാണെന്ന് പറഞ്ഞത്. അന്നേരം അതിനുവേണ്ടി പോയപ്പോഴായിരുന്നു അന്നത്തെ ആ ഷോട്ട് ഇട്ടത്. അതിനകത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്ത് പറ്റി എന്നൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കി. അങ്ങനെ അവർക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. അന്നേരം അല്ലാതെ എനിക്ക് വേണ്ടി അങ്ങനെ ദൈവം സഹായിച്ച് ഈ നിമിഷം വരെ ആ ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യങ്ങളോ മരുന്ന് കഴിക്കേണ്ട കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടതെന്ന് കരുതിയ കുറെ ആളുകൾക്ക് വേണ്ടി ഞാൻ ഹോസ്പിറ്റലുകൾ അലഞ്ഞിട്ടുണ്ട്, അവരെയൊക്കെ ആവശ്യത്തിന് വേണ്ടി. എന്നല്ലാതെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ ഹോസ്പിറ്റലുകളിലൊന്നും പോയിട്ടില്ല. തിരക്കിയവർക്കും കമ്മിറ്റിയോടെ തിരക്കിയവർക്കും എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. അതിന് 2 മാസം മുന്നേ പ്രിയങ്കയ്ക്കും, എൻ്റെ വൈഫ് പ്രിയങ്കയ്ക്കും, പിന്നെ ഇളയ മോക്ക് ചമേലിക്കും ഇതുപോലെ വാക്സിൻ എടുത്തായിരുന്നു. അന്നും ഇത് സെയിം ഇത് തന്നെ, ബ്രെഡ് പാക്കറ്റ് പൂച്ച കടിച്ചു കീറി. അങ്ങനെ അതിന്റെ പേരിൽ പോയി വാക്സിൻ എടുത്തായിരുന്നു. അതും 3 ഡോസായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ് 2ാമത്തെ മാസം ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു. എനിക്കും തിത്തിലിക്കും, മൂത്തവള് തിത്തിലിക്കും. പക്ഷെ ഞങ്ങൾക്ക് 4 വാക്സിനും ഉണ്ട്. 4 വാക്സിനകത്ത് ഇപ്പൊ 3 വാക്സിൻ ഇന്ന് കൊണ്ടെടുക്കും. 3 വാക്സിൻ, ഇനി ഒരു വാക്സിന് 29-ാം തീയതി. എല്ലാവർക്കും ഓക്കെ, ബൈ.